ഹലോ ഗായ്സ്, ഈ കാണുന്നത് പോലുള്ള ഷവർമ്മ നിങ്ങൾക്കും ഉണ്ടാക്കണോ? കമോൺ. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചിക്കൻ എടുക്കുക. അത് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ശേഷം കുക്കുംബർ കട്ടിയില്ലാതെ കട്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് ക്യാബേജ് അതും കട്ടിയില്ലാതെ ചെറുതാക്കി കട്ട് ചെയ്യുക. പിന്നെ ഉള്ളിയും എല്ലാം ഷവർമ്മയിലേക്ക് ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അടുത്തത് ക്യാരറ്റ് എല്ലാം ചെറുതാക്കി കട്ട് ചെയ്യുക. ഇത് കണ്ടോ, ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്യണം. അതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് നന്നായിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. അതൊരു ഹാഫ് കുക്കാവുമ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വയ്ക്കുക. ആൻഡ് കുബൂസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് കണ്ടോ, 3 പാക്കറ്റ്. അതിനുശേഷം നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് പിന്നെ അത് കാണിക്കുന്നില്ല. ഇതേപോലെ മയോണൈസ് ഉണ്ടാക്കുക. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കന് ഏറ്റവും കട്ടിയില്ലാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. ഫുള്ള് ചിക്കനും ഇതേപോലെ നമ്മൾ മുറിച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ ആവണേ. അതിന് ശേഷം നമ്മൾ ഇത് എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇടുക. ആദ്യം നമ്മൾ കുക്കുംബർ ഇട്ടു, പിന്നെ നമ്മൾ ക്യാരറ്റ് ഇട്ടു, അടുത്തത് നമ്മൾ ഇടാൻ പോകുന്നത് ഉള്ളിയാണ് കേട്ടോ, ഒനിയൻ. ഇനി നമ്മൾ ക്യാബേജും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ നമ്മളിപ്പോൾ തന്നെ ഇടുന്നില്ല, ചിക്കൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം കേട്ടോ. ചിക്കന് പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് കുഴച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം ഇട്ടാൽ മതി, ഒരിക്കലും നിർബന്ധമില്ല. ആ ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടി ഇടുക. ഇത് നമ്മൾ ഹോം മെയ്ഡായിട്ട് സിമ്പിളായിട്ട് ചെയ്യുന്ന റെസിപ്പിയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ചിക്കൻ പറ്റാത്തവർക്ക് അത് വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് മയോണൈസ് ആ ഒരു മിക്സ്ചറിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ, ഇതേപോലെ. ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുവാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടുത്തത് നമ്മളൊരു ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കുബൂസിൻ്റെ അകത്തേക്ക് കുറച്ച് മയോണൈസ് ഇങ്ങനെ പുരട്ടാം. അടുത്തത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നമ്മുടെ കൂട്ട്, അതായത് നമ്മുടെ മസാല ഒക്കെ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുക. ആൻഡ് അടുത്ത പരിപാടി നമ്മൾ അതിൻ്റെ അകത്തേക്ക് മയോണൈസ് ആഡ് ചെയ്യണേ. ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്യാൻ മറന്നു, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും ചെയ്യുന്നത്. അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പതുക്കെ അത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, പുറത്തേക്കൊന്നും ആവരുത് കേട്ടോ. പിന്നെ റെസ്റ്റോറൻറ്റ് അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പൂതിയാവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. ആൻഡ് നമ്മളൊരു പേപ്പറിലൊക്കെ നന്നായിട്ട് റോളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ബൈ.